വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് കീഴിലെ ആരോഗ്യ വിഭാഗത്തിന്റെ പശ്ചിമല ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ നിലച്ചതായി ആരോപണം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല, കട്ടപ്പന. വണ്ടിപ്പെരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് കീഴിലെ പശ്ചിമല ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ആരോഗ്യ വിഭാഗത്തിന്റെ കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളാണ് പാതിവഴിയിൽ നിലച്ചതായി പരാതി ഉയരുന്നത്. മാർച്ച് അവസാനത്തോടുകൂടിയാണ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നവീകരണ പ്രവർത്തനങ്ങൾക്കായി കോൺട്രാക്ടർ ഈ കെട്ടിടം ഏറ്റെടുത്തത്. എന്നാൽ 2 മാസങ്ങൾ പിന്നിട്ടിട്ടും കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഓടുകൾ ഇറക്കി വെച്ചതല്ലാതെ യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടില്ല എന്നാണ് പരാതി ഉയരുന്നത്. വണ്ടിപ്പെരിയാർ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സത്യസന്ധമായി പറഞ്ഞാൽ 86 സെൻറ്റ് സ്ഥലമുണ്ടായിരുന്ന ആരോഗ്യവകുപ്പിൻ്റെ സ്ഥലം. അവിടെ ഇപ്പോൾ അവശേഷിക്കുന്ന ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിൻ്റെ ദയനീയ ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കെട്ടിടം വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ നിന്നും ആരോഗ്യവകുപ്പിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ അവിടെ അതിനകത്ത് താമസിച്ചുകൊണ്ട് ഈ അടുത്ത ദിവസം മെയിൻ്റനൻസ് എന്ന നിലയ്ക്ക് പണിയാൻ വരികയും മാർച്ച് അവസാനമാണ് എന്ന് തോന്നുന്നു. അതിൻ്റെ ഓടെല്ലാം പൊളിച്ചു മാറ്റി. പഴയകാല കെട്ടിടമാണ്, കരികല്ല് കൊണ്ടുള്ള നല്ല വൃത്തിയുള്ള കെട്ടിടമാണ്. ആ കെട്ടിടത്തിൻ്റെ ഓടെല്ലാം പൊളിച്ചു മാറ്റി. ഈ നിമിഷം വരെ അതിൻ്റെ പുറത്തൊരു പടുതാക്കൊണ്ട് പോലും പഠിച്ചിട്ടില്ല. ആ കെട്ടിടം തടി കൊണ്ടുണ്ടാക്കിയ കെട്ടിടം വെയിലും മഴയും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിച്ചപ്പോൾ ബ്ലോക്കിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഭരണസമിതി ഫോൺ എടുക്കുന്നില്ല. എടുത്ത പറയുന്നത് അതിന് DPCയുടെ അംഗീകാരമില്ല, ഫണ്ട് വന്നപ്പോൾ സ്പിൽ ഓവറായിപ്പോയി എന്നൊക്കെയാണ്. എന്തു തന്നെയാണെങ്കിലും ഇത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അടിയന്തരമായി ആ കെട്ടിടത്തിൻ്റെ മേൽക്കൂര കയറ്റി സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ പണി പൂർത്തീകരിക്കുകയോ ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കളക്ടറടക്കമുള്ള ആളുകൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ കെട്ടിടമടക്കം ഇങ്ങനെ പൊതുമുതലുകൾ നശിപ്പിക്കുന്നതിനെക്കുറിച്ചൊരു പുനർചിന്തനം നമ്മൾ നടത്തുന്ന ഒന്നാമത് ഇതിൻ്റെ സ്ഥലം മുഴുവൻ നഷ്ടപ്പെട്ടു. ഇനി അവശേഷിക്കുന്ന ആ ഒരു കെട്ടിടം മാത്രം, ആ കെട്ടിടത്തിൻ്റെ സ്ഥിതി തന്നെ ആ കെട്ടിടത്തിൻ്റെ വെള്ളം വീഴാനുള്ള ഭൂമി പോലും നഷ്ടപ്പെട്ടിരിക്കുക. എന്തായാലും ഈ കാര്യത്തിൽ ഒരു ക്രിയാത്മക നടപടി ഉണ്ടാവണം എന്നാവശ്യപ്പെടുകയാണ്. ആ കാര്യത്തിൽ നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. സെൽവത്തായിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 2023-24 സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷം രൂപയാണ് കെട്ടിട നവീകരണ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ മാർച്ച് അവസാനമായതോടെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാതിരുന്നതിനാൽ കെട്ടിട നവീകരണത്തിന് അനുവദിച്ച തുക സ്പിൽ ഓവറിലേക്ക് മാറിയതുമായാണ് കരാറുകാരൻ അറിയിച്ചിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ CHSയിൽ ജോലിയുള്ള 6ഓളം ജീവനക്കാരാണ് ഇവിടെ താമസിച്ചു വന്നിരുന്നത്. അനാഥമായി കിടന്നിരുന്ന കെട്ടിടം നാശത്തിലേക്ക് പതിക്കാതിരിക്കുന്നതിനും ആരോഗ്യ വിഭാഗത്തിന് കീഴിലുള്ള കെട്ടിടത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ ഇനിയും അനധികൃത കയ്യേറ്റങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിനുമായാണ് കെട്ടിടം നവീകരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. എന്നാൽ കെട്ടിടത്തിന്റെ മേൽക്കൂര പൊളിച്ചുള്ള പ്രവർത്തനങ്ങൾ മാത്രം നടന്നതിനാൽ മഴക്കാലം ആരംഭിച്ചതോടുകൂടി പഴയ നിർമ്മിതിയിലുള്ള കെട്ടിടം നാശത്തിലാകുമെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഇടുക്കി ലൈവ് ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല. എല്ലാ മരുന്നുകൾക്കും 10 മുതൽ 60% വരെ വിലക്കുറവ്. ബേബി കെയർ, പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം. കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം. ഹോം ഡെലിവറി സൗകര്യം. വിശാലമായ പാർക്കിംഗ് ഏരിയ. ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ. ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല, കട്ടപ്പന.